എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികമായ ലോകത്ത് നമ്മുടെ ശരീരം എത്ര വലിയ പവറുള്ള ശരീരമാണെങ്കിലും ആ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, നല്ല ആരോഗ്യമുള്ള അവയവങ്ങളാണ്. എല്ലാ ദിവസവും രാവിലെ ജിമ്മിന് പോയിട്ട് ശരീരത്തിന്റെ പവർ നോക്കുന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ചെയ്തത്. ശരീരത്തിലുള്ള പവറല്ല മനുഷ്യന്റെ യഥാർത്ഥ പവർ, ആ ശരീരത്തിലുള്ള ആത്മാവ്. ആ ആത്മാവിന് നല്ല പവറുണ്ടോ? ശരീരം എത്ര ദുർബലമായാലും, ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയാലും ആത്മാവിന് പവർ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം കൊടുത്തവരുണ്ടോ? ആത്മാവിന് നല്ല ഊർജം നൽകാൻ പറ്റുന്ന ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുത്തവരുണ്ടോ? ആത്മാവ് തളർന്നു പോകൂല. ആത്മാവിനെ തളരാത്ത കാലത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിന് വലിയ ആത്മീയമായ സന്തോഷം ലഭിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുവഫ്ഫഖീകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൗഫീഖ് എന്ന് പറഞ്ഞാൽ മുതഅല്ലിമീകളൊക്കെ മനസ്സിലാക്കിയതാണ് തവജ്ജുഹുൽ അസ്ബാബി നഹ്വ മത്ലൂബിൽ ഖൈർ. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നതിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹുവേ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരെ അനുസ്മരിച്ച പൂർവീകരായ പല അലിമീകളും അവരെ കുറിച്ച് പ്രയോഗിച്ചൊരു പ്രധാനപ്പെട്ട പ്രയോഗം മുവഫ്ഫഖായ ലിസാനിന്റെ ഉടമയായിരുന്നു. മുവഫ്ഫഖായ ലിസാനിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ ഒരു സ്ഥലത്ത് വന്നിട്ട് വഅള് പറഞ്ഞാൽ ആ വഅളിലൂടെ പറയുന്ന ആശയങ്ങൾ ആ നാട്ടിൽ നടപ്പിലാവുന്നത് കാണാം. അവിടെയുള്ള സദസ്സിന് മാത്രമല്ല, അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ട ആളുകൾക്ക് പോലും ഹസൻ ഉസ്താദിന്റെ നാവ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ വല്ലാതെ സ്വാധീനിച്ചത് കൊണ്ടാണ് അവരെ അനുസ്മരിച്ച ആലിമീങ്ങൾ മുഴുവനും പറഞ്ഞു മുവഫ്ഫഖായ ലിസാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ മുതഅല്ലിമീങ്ങളോട് എന്നോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ആലിമീങ്ങളുടെ മുഴുവനും പ്രത്യേകത എന്താണെന്നറിയോ? അവരൊന്നും വലിയ പ്രഭാഷകരല്ലെങ്കിലും അവരൊക്കെ അവരുടെ നാവ് കൊണ്ട് പറയുന്ന വാക്ക് ആളുകളെ കൽബിലേക്ക് പ്രവേശിച്ചു. മഹാനായ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ് വലിയ പ്രഭാഷകനായിരുന്നില്ല, പക്ഷേ ഓക്കെ ഉസ്താദിന് ഇഷ്ടം പോലെ പ്രഭാഷകരായ ശിഷ്യന്മാരുണ്ടായി. എന്തേ? ബഹ്റുൽ ഉലൂമിന്റെ നാവ് നല്ല മുവഫ്ഫഖായ ലിസാനായിരുന്നു. മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, ഔസ്നി, എനിക്കൊരു നല്ല വസിയ്യത്ത് നൽകുമോ ഉസ്താദേ? നല്ല വസിയ്യത്ത് കേൾക്കുന്നത് അത് തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. വസിയ്യത്ത് കേൾക്കുന്നത്, വസിയ്യത്ത് വായിക്കുന്നത്. എത്ര ഗ്രന്ഥങ്ങളാണ് അൽ വസ്വായ എന്ന പേരിൽ എത്ര ഗ്രന്ഥങ്ങളാണ് ലോകത്ത് എഴുതപ്പെട്ടത് എന്നറിയോ? പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഒരുപാട് നബിമാരുടെ അധ്യായം, നബിമാരെ പേരിൽ അധ്യായമുണ്ട്. പക്ഷേ ഖുർആനിലുള്ള ഒരു അധ്യായം ഒരു നബിയുടെയും പേരിലല്ല, ഒരു സാധാരണക്കാരനായ ആഫ്രിക്കയിലൂടെ ഒരു അടിമയായി ജീവിച്ചു പോയൊരു മനുഷ്യന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ആ അധ്യായത്തിൽ ലുഖ്മാൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവമോ കുടുംബ പരമ്പരയുമല്ല. ഖുർആൻ അവരുടെ കുടുംബത്തെ കുറിച്ചല്ല പറയുന്നത്. വഇദ് ഖാവലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് നമ്മൾ വലിയ തത്വ
തത്വജ്ഞാനങ്ങൾ കൊടുത്തു. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ നാവ് മുവഫഖായ നാവായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ വാക്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആളാണ്. ഇപ്പോഴും ആധുനിക യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഹിക്കമു ലുഖ്മാൻ. ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഹിക്മത്തുകളെ ആയിരക്കണക്കിന് പേജുകളിൽ ഉപന്യസിച്ചുകൊണ്ട് റിസർച്ച് നടത്തുന്ന വിഷയമാണ് ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഹിക്മത്തുകൾ, വസിയ്യത്തുകൾ, വസ്വായ ലുഖ്മാൻ. സുഹൃത്തുക്കളെ, വസിയ്യത്തുകൾ കേൾക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതും ഒരു മനുഷ്യൻ നന്നാവാനുള്ള കാരണമാണ്. നസീഹത്തുകൾ കേൾക്കുന്നതും മനസ്സിലാകുന്നതും മനുഷ്യൻ നന്നാവാനുള്ള കാരണമാണ്. അതുപോലെ സുഹ്ബത്തുണ്ടാവുന്നത് മനുഷ്യൻ നന്നാവാനുള്ള കാരണമാണ്. ഇങ്ങനെ വസിയ്യത്തുകൾ വലിയ വലിയ സാത്വികരായ വലിയ മഹാന്മാരെ സദസ്സിൽ ചെല്ലുമ്പോ അവരുടെ അടുത്തിരുന്നിട്ട് ഔസ്വിനി, എനിക്കൊരു വസിയ്യത്ത് നൽകുമോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വലിയ വലിയ മഹാന്മാർക്കൊക്കെ വലിയ സ്ഥാനം ലഭിച്ചത് സ്വാലിഹീങ്ങളോടുള്ള സുഹബത്തിലൂടെ കിട്ടിയ ചെറിയ നസീഹത്തുകൾ വലുതായി കണ്ടു. മുതഅല്ലിമീങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ നമ്മളൊക്കെ വലിയ ഇമാമായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ അഹ്ലുസ്സുഫകളിൽ പ്രധാനപ്പെട്ട മുതഅല്ലിമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എപ്പോഴും സമയം ചെലവഴിക്കുമ്പോൾ ഇടക്കിടക്ക് ചോദിക്കും, ഔസ്വിനി യാ റസൂലല്ലാഹ്, എനിക്ക് നല്ലൊരു വസിയ്യത്ത് നൽകുമോ നബിയേ? ഒരിക്കൽ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഔസ്വാനി ഖലീലി, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പോലെ കാണുന്ന ഹബീബായ നബി തങ്ങളെ അഭിസംബോധനം ചെയ്ത് നമ്മോട് പറയാണ്, ഔസ്വാനി ഖലീലി, എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തത് ഒരിക്കലും 3 കാര്യമാണ്. ഒന്ന്, ളുഹ നിസ്കരിക്കാൻ. ഞാൻ ഇന്ന് വരെ ളുഹ നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. രണ്ടാമത്, മാസത്തിലൊരു 3 നോമ്പ് നോൽക്കാൻ. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഞാൻ ഇന്ന് വരെ ആ വസിയ്യത്ത് തെറ്റിച്ചിട്ടില്ല. മൂന്നാമത്, ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കാൻ. എനിക്ക് ആ വസിയ്യത്തും കൊണ്ടുപോവാൻ കഴിഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിന്റെ വിജയമായിട്ട് കാണുന്നത് ആ വസിയ്യത്തുകളാണെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ മുബാറക് തങ്ങളോടൊരു മുതഅല്ലിം വന്നിട്ട് പറയാണ്, ഔസ്വിനി, എനിക്കൊരു വസിയ്യത്ത് നൽകണം. ഇബ്നു മുബാറക് കൊടുക്കുന്ന ഒരു 4 വസിയത്ത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കും. ബഹുമാനപ്പെട്ട കൊമ്പുസ്താദും അതുപോലെ മാരായമുൽ ഉസ്താദൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഒരു വലിയ വഅദ് പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന വലിയ തെളിവുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് അവർക്കൊക്കെ നൽകുമാറാവട്ടെ. അവരുടെ തണലിലായിട്ട് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മ ചെയ്യാൻ, ഇൽമിന്റെ വഴിയിലായി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബ്നുൽ മുബാറക് തങ്ങൾ പറയാണ്, മോനെ, ഉത്റുക് ഫുളൂലൻ നളിരി, ഉത്റുക് ഫുളൂലൻ നളിരി, അശ്ലീലമായ നോട്ടങ്ങളെ ഉപേക്ഷിക്കണം. അശ്ലീലമായ നോട്ടങ്ങളെ ഉപേക്ഷിക്കണം. ഇന്ന് പല ആളുകളും പറയുന്ന വല്ലാത്തൊരു സങ്കടമാണ്, ഉസ്താദേ, ഖുർആൻ ഓതുമ്പോൾ ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, ഉസ്താദേ, നിസ്കരിച്ചിട്ടൊരു റാഹത്ത് കിട്ടുന്നില്ല. മുതഅല്ലിമീങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ ഇൽമു പഠിക്കുമ്പോഴും എന്തോ ഒരു റാഹത്ത് തോന്നുന്നില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. മഹാനായ അബ്ദുള്ള
അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞ വസിയ്യത്ത്. എന്തുകൊണ്ടാണ് മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ അവർക്ക് ഇത് വലിയ ലദ്ദത്തായിട്ട് മാറി? ദഅവത്തിന് വേണ്ടി പോകുന്നതൊരു പ്രശ്നമായിരുന്നില്ല. എത്ര വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും മഹാനായ ഇ.കെ. ഹസൻ ഉസ്താദ് അവർക്ക് ഒരു ഭൗതികമായ സാഹചര്യങ്ങളും മഹാനവറുകളെ തടസ്സപ്പെടുത്താത്തതിന്റെ കാരണോ അവിടുന്ന് വലിയ തൗഫീഖ് ലഭിച്ചു. അതിന്റെ കാരണമാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ വാക്കിലുള്ളത്.